വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും, കർത്താവേ ഈ ഭക്ഷണം കഴിക്കുന്ന ആൾ അങ്ങേ കണ്ടെത്തി ജീവിക്കാൻ ഇടയാക്കണമേ. കണ്ട പരിശുദ്ധ പ്രവർത്തനം, ഇതാണ് ഉടമ്പടി പരിശുദ്ധ പ്രവർത്തനം എന്ന് പറയണത്. അപ്പം ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ ഒരു ദിവസം അവർ ചെന്നപ്പോൾ ഒരു രോഗി ഇരിക്കണം. അയാൾക്കാണെങ്കിൽ ഈ അന്നനാളം മുതൽ വയറ് വരെ ഇങ്ങനെ വ്രണം വെച്ച് ഈച്ചയും പിടിച്ചിരിക്കുക, അന്നനാളം വരെ പ്രാകൃതമായ അവസ്ഥയിലിരിക്കുക വഴിവെക്കിൽ. ഇപ്പൊക്കെ സങ്കടമായി. ഇവർക്ക് തോന്നി തൽക്കാലം കുറച്ച് ഭക്ഷണം കൊടുത്തിട്ട് പോന്നിട്ട് പിറ്റേ ദിവസം അവർ വിചാരിച്ചത് എന്താണെന്നറിയാവോ? എന്താണ് വിചാരിച്ചത്? ഈ അന്നനാളം പോലെ കുറേ പഴക്കം ചെന്ന വ്രണമാണ്, മണമുണ്ടേ, പുഴുക്കളുണ്ടെന്ന് തോന്നണേ, ഈച്ച പിടിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു കേൾക്കണത്, കർത്താവേ നാളെ ചെല്ലുമ്പോൾ ആ രോഗി അവിടെ ഉണ്ടാകണേ. എന്തിനാണ്? ഇവർ ബെറ്റാഡിനെടുത്ത് കുറച്ച് ഫസ്റ്റ് എയ്ഡൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ബെറ്റാഡിനെടുത്ത് കഴിഞ്ഞപ്പോൾ അവർ ഡേറ്റ് നോക്കിയപ്പോൾ ബെറ്റാഡിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവർ പറയണതേ ഈശോയ്ക്ക് ഉപയോഗിക്കണതല്ലേ, അപ്പോൾ അത് ഡേറ്റ് കഴിഞ്ഞത് ഉപയോഗിക്കുന്നത് കള്ളത്തരമല്ലേ. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് എനിക്ക് സങ്കടത്തോടെ ഞാൻ ചെന്ന് മറ്റു മരുന്നെടുത്തുകൊണ്ട്, അപ്പോൾ ഞാൻ ചെന്ന് അങ്ങേരെ കണ്ടപ്പോഴേ അങ്ങേരുടെ ആ കഴുത്തുമോൽ ഇവിടം വരെ സാധാരണ ശരീരം പോലെ പുറത്തിരിക്കണമെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതാണ് സംഭവം. ഈശോ അവരുടെ മനസ്സാക്ഷി കണ്ട് കർത്താവ് അവരെ ആ മനുഷ്യനെ സുഖപ്പെടുത്തി. അയാൾ ഓടി വന്നിട്ടും പറഞ്ഞ് എനിക്ക് 2 പൊതി തരണം, ഒരാൾക്ക് കൂടി കൊടുക്കാനുണ്ടെന്ന്. മക്കളെ, ഇതാണ് ഉടമ്പടിയുടെ പരിശുദ്ധ പ്രവർത്തനം എന്ന് പറയണത്. നിങ്ങൾ ഈശോനെ കാണണം അതിൻ്റെ അകത്ത്. അല്ലാതെ ഇതൊരു ഫങ്ഷൻ പോലെ കണ്ടാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം ഇതിൻ്റെ ഞാനൊരു കാര്യം നിങ്ങൾ പറയട്ടെ. ഇപ്പോൾ ഈ കാനങ്കാരി അവസാനം എങ്ങനെ അവസാനം, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്, നിൻ്റെ വലിയ വിശ്വാസമാണെന്ന് പറഞ്ഞ് കർത്താവ് അവളുടെ വിശ്വാസത്തെ അംഗീകരിച്ച് പറഞ്ഞ് അവൾ അനുഗ്രഹിക്കുകയും ചെയ്ത്. അപ്പോൾ നമുക്ക് ആസ്തിയായി. പക്ഷേ ഇനി വേറെ ഇതുപോലെ തന്നെ യഹൂദനല്ലാത്ത ഒരാളെ കാണുന്നുണ്ട് കർത്താവ്. അതൊരു യഹൂദ പ്രമാണി വന്നിട്ട് ശതാധിപനോട് പറയും, ശതാധിപനെക്കുറിച്ച് പറയും, ഈ ശതാധിപൻ എന്ന് പറയുന്ന ആളിൻ്റെ ഭൃത്യൻ രോഗബാധിതനായി വീട്ടിൽ കിടക്കുകയാണ്. എന്നിട്ട് 2 കാര്യം പറയും. എന്താ പറയണത് ശതാധിപനെക്കുറിച്ച്? ഒന്ന് വായിച്ചോളൂ. 5:7-5 ലൂക്കാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 7:5. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അതാ സംഭവം. ആ ശതാധിപനെ കുറിച്ച് റിപ്പോർട്ട് കൊടുക്കണത് ഇങ്ങനെയാണ്. എന്താണ് ഈ യഹൂദ പ്രമാണി വന്ന് ഈശോനൊക്കെ പറയുന്ന 2 കാര്യങ്ങളാണ്. എന്താണ്? ലൂക്ക 7:5 എന്താ പറയണത്? 1, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, മനുഷ്യപ്പറ്റുള്ള ആളാണെന്ന്. 2ാമത്തെ എന്താ? നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും നമുക്കൊരു പ്രാർത്ഥനാലയം പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. കണ്ട, അയാൾക്ക് ആസ്തിയുണ്ട്. അയാൾ സീറോ ബാലൻസിലുള്ള ആളല്ല. നമുക്ക് ആസ്തി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ ജാൻസി ജോണിക്ക് ആസ്തിയുണ്ട്. കർത്താവിന് വേണ്ടി ജോലി ചെയ്ത് വരുമ്പോൾ നല്ല ആസ്തി ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ആസ്തി ഉണ്ടായത്. ഇപ്പം നിങ്ങളെ റെക്കമെൻഡ് ചെയ്യണമെങ്കിലേ, ഇപ്പം മാതാവിൻ്റെ മധ്യസ്ഥത്തിലല്ലേ നിങ്ങൾ ഇത് ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പം നിങ്ങളെ കാണുമ്പോൾ മാതാവിനെ റെക്കമെൻഡ് ചെയ്യണം. ഇവൾ നല്ല സ്ത്രീയാണ്, സുവിശേഷ വേല ചെയ്യുന്നുണ്ട്, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, പാവത്തങ്ങളെ കാണുമ്പോൾ കാരുണ്യം കാണിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ആസ്തി ഭദ്രതയുള്ളവരായിരിക്കണം. മനസ്സിലായാൽ? വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നിങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? നിങ്ങൾ നല്ല മനുഷ്യരാണെങ്കിൽ ഉടമ്പടിയോടുകൂടി നിങ്ങളുടെ മൂല്യം വർദ്ധിച്ചിരിക്കും. നിങ്ങൾ ഈ ഉടമ്പടി എടുത്തിട്ട് മകളെ കെട്ടിക്കുക, അല്ലെങ്കിൽ മകന് PR കിട്ടുക, വസ്തു വിൽക്കുക മാത്രമുള്ള കലാപരിപാടിയാണെങ്കിൽ ദൈവത്തെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം എന്താ? ഒരു കാര്യമില്ല. വൈ ഷുഡ് ഐ ഹെൽപ്പ് യു? അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടിയിൽ വലിയ മാറ്റങ്ങൾ, കാര്യം ഉടമ്പടിയേക്കാൾ വലിയ കാര്യം ദൈവത്തിന് ചെയ്യാനില്ല. അപ്പോൾ ആ ഉടമ്പടി കറക്റ്റായിട്ടാണ്, സത്യസന്ധമായിട്ടാണ്, അഭിഷേകത്തോടെയാണ്, ആത്മാർത്ഥതയോടെയാണ്, വിശ്വസ്തയോടെയാണ്. നമ്മുടെ ജോഷുവ 24:14 അനുസരിച്ച് സത്യസന്ധതയുണ്ട്, വിശ്വസ്തതയുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഒത്തിരി കാറിപ്പോയി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല. സത്യസന്ധയും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം സത്യമായതുകൊണ്ട് അതിനോട് ആൻസറബിളാണ് എന്നോട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒത്തിരി കാറിക്കോവി ഇമോഷൻസ് ഒന്നും കാണിക്കാതെ മര്യാദയ്ക്ക് ശാന്തമായിട്ട് ദൈവത്തിൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യണം.
വിശ്വസ്തയോട് ചെയ്യണം, ആത്മാർത്ഥതയോട് ചെയ്യണം. അങ്ങനെ ചെയ്തു വരുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നീ വിശ്വാസം ജീവിക്കുന്ന പ്രാർത്ഥനാ വരമുള്ള ഒരാളാണെന്ന്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വിശ്വാസം ജീവിക്കുന്ന പ്രാർത്ഥനാ വരമുള്ള ഒരു വ്യക്തിയായി എന്നെ വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. യേശുവേ, പ്രാർത്ഥനാ വരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾക്ക് വിശ്വാസം പ്രാർത്ഥനാ വരം നൽകണമേ. യേശുവേ, തീവ്രവേദനയിൽ മുഴുകുമ്പോൾ പോലെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലുക്ക 10:30 എഴുതേ. ലുക്ക 10:37. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലുക്ക 10:37. അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. അതായത് കരുണ ഒരു വാല്യൂ ആണ്. ഇതിൻ്റെ ഉടമ്പടിയുടെ ഒരു വാല്യൂ ആണ് കരുണ. കരുണ എന്തിനു വേണ്ടിയുള്ളതാണ്? കാണിക്കാനുള്ളതാണ്. മനസ്സിലായില്ലേ? കരുണ ചുരുട്ടി കെട്ടി പെട്ടിടകത്ത് വെച്ച് അലമാരിയിട്ട് താക്കോലിട്ട് പൂട്ടാനുള്ളതല്ല, കരുണ കാണിക്കാനുള്ളതാണ്. കരുണ ഒരു വാല്യൂ ആണ്. ഈ കരുണ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഉടമ്പടിയോട് കൂടി നിങ്ങളുടെ വസ്ത്രങ്ങൾ പങ്കുവെക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം പങ്കുവെക്കുന്നു അല്ല പ്രശ്നം. നിങ്ങൾക്ക് കരുണ എന്ന കരുണ എന്ന് പറഞ്ഞാൽ എന്താ? മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള സഭയുടെ എല്ലാ ആൾക്കാരും കരുണയെക്കുറിച്ച് പറയും. കരുണ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ? വാട്ട് ഈസ് ഇറ്റ്? കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന, സഹിക്കുന്ന സ്നേഹത്തിനാണ് ഈ കരുണയെന്ന് പറയുന്നത്. അർഹതയില്ലാത്ത സ്ഥലത്ത് കൊടുക്കുന്ന, കൈമാറുന്ന സ്നേഹത്തിനാണ് കരുണയെന്ന് പറഞ്ഞ സ്നേഹം തന്നെയാണ്. പക്ഷേ ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പ്രതിഫലത്തിന് എന്താണ് അവകാശം. അപ്പം പ്രതിഫലത്തിന് അവകാശമില്ലാത്ത വ്യക്തികളുണ്ടാവും സമൂഹത്തിൽ. മനസ്സിലല്ലേ? പ്രതിഫലത്തിന് അവകാശമില്ലാത്ത, നിങ്ങൾ കരുണ കാണിക്കാൻ യാതൊരു അർഹതയുമില്ലാത്ത വ്യക്തികളുണ്ടാവും. നിങ്ങൾ പറയാം, അവൻ ഞങ്ങളുടെ ഇപ്പം നിങ്ങൾ കുടുംബത്തിൽ തന്നെ വിചാരിച്ചോ, കുടുംബത്തിൽ തന്നെ ഇപ്പം നിങ്ങളുടെ അനിയൻ്റെ മകൾക്ക് അവൾക്ക് പഠിക്കാൻ പൈസ ഇല്ല. അപ്പം നിങ്ങളെന്താ പറയണത്? ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ ഓഹരി തന്നെയാണ്, അവന് കിട്ടിയ ഓഹരി തന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. അവൻ കുടിച്ച് തേച്ച് മുഴുകി കളഞ്ഞ്. അതിപ്പോൾ ഞങ്ങളെന്നാ ചെയ്യാനാ? മനസ്സിലായില്ലേ? ചേട്ടൻ അനുജന് തുല്യ പങ്കാളിത്തം അവനെ കിട്ടിയിരിക്കണത്. അപ്പം മറ്റം വെള്ളം അടിച്ച് വീശി കളഞ്ഞ് അതിൻ്റെ ഭവിഷ്യത്തായിട്ട് അനുഭവിക്കണം അവൻ്റെ മകളാണ്, അല്ലേ? അവളുടെ മകൾ 1-2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതേസമയം തന്നെ ഞങ്ങളെന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്കും കിട്ടിയ ഓഹരി തന്നെയാണ് അവർക്കും കിട്ടിയത്. അവർക്ക് കിട്ടിയത് തന്നെയാണ് ഞങ്ങൾക്കും കിട്ടിയത്. അവൻ കുടിച്ച് തേച്ച് കഴിക്കഴിഞ്ഞാൽ ഞങ്ങളെന്ത് ചെയ്യാനാണ്? അവിടെ ഒരു പ്രശ്നം. ഇവളെന്താ ഇങ്ങനെ പറയാൻ കാര്യം? അവളെങ്ങാനും സഹായിച്ചാൽ അവളും പഠിച്ച് ഇവളുടെ മകളെപ്പോലെയാകും. അതാകരുത്. അതിനാണ് ഈ ഉടായ്പ പറയണത്. ആൾ ഉടമ്പടി എടുത്ത് സിൽവർ ഗ്രേയായിട്ട് പറഞ്ഞൊരു കാര്യമില്ലേ? കയ്യിരിപ്പ് മോശമാണ്. പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയണത്? ഈ ചേട്ടത്തിയുടെ ചേട്ടൻ്റെ ഭാര്യ ഭർത്താവ് പറഞ്ഞിരിക്കുകയാണ്, അവർക്ക് കോളേജിൽ കൊടുക്കാനോ അല്ലെങ്കിൽ അവിടെ കൊടുക്കാൻ മാർക്ക് ലിസ്റ്റ് തിരിച്ച് കിട്ടാനോ പൈസ ഇല്ല കൊടുക്കാൻ.
അപ്പോൾ അത് പൈസ ഇല്ല എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇവർ പറഞ്ഞത് എന്താണ്, ഞങ്ങൾക്ക് ഇതൊക്കെ എന്ത് കാര്യം, ഞങ്ങൾക്ക് കിട്ടിയ അത്രയും കാശിന് അവർക്ക് കിട്ടിയായിരുന്നു, അനിയെ കുടിച്ച് തേച്ച് കഴുകി കളഞ്ഞിട്ടാണ് അത് നശിപ്പിച്ചത്, അതിനിപ്പോൾ ഞങ്ങൾക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ പ്രതിഫലത്തിന് എന്താണ് അവകാശം. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? പ്രതിഫലത്തിന് അവകാശമില്ലാത്തതും സ്നേഹിക്കുന്നവരെ അല്ലാത്ത ആൾക്കാരും ചിലപ്പോൾ അർഹതയില്ലാത്ത ആൾക്കാരും ഉണ്ടാവും, അയൽവാസികളുണ്ടാവും, ബന്ധുക്കളുണ്ടാവും. അർഹതയില്ലാത്തവരെ നമ്മൾ സഹായിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? കൊടുക്കുന്ന, കൈമാറുന്ന, സഹിക്കുന്ന സ്നേഹമാണ് കരുണ. കരുണയെന്ന് പറഞ്ഞ സാധനം ഇല്ല നമ്മളുടെ ബിബ്ലിക്കലി സ്പീക്കിംഗ്. കരുണ, ലോകത്ത് കരുണയുണ്ട് സ്വാഭാവികമായി. ഇപ്പോൾ ഷിബിയൊക്കെ ഉള്ള രാജാക്കന്മാർക്ക് കരുണയുടെ പ്രതീകമായിട്ട് നമ്മുടെ ഭാരത മീമാംസകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് കരുണയാണ്. പക്ഷെ നമ്മളുടെ കരുണയങ്ങ അല്ല അത്. നമ്മളുടെ കരുണ ദൈവപിതാവ് അർഹതയില്ലാത്ത നമ്മളോട് ക്രിസ്തുവിനെ നൽകിക്കൊണ്ട് കാണിച്ചൊരു കരുണയുണ്ട്. ആ കരുണയോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ധനങ്ങളും സമയവും സമ്പത്തും കൈമാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു സമർപ്പണമുണ്ട് ദൈവനാമത്തിലുള്ള. അതിനാണ് കരുണയെന്ന് പറയണത്. അപ്പോൾ ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അപ്പം നമ്മളുടെ കരുണയെന്ന് പറയണത് ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ. ആര്? ഈശോ നമ്മളുടെ പാപത്തിന് പരിഹാരമായിട്ട് ക്രൂശിക്കപ്പെട്ടുകൊണ്ട് നമ്മളെ വീണ്ടെടുത്ത് വില കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങിയിട്ട് കാണിച്ചിട്ടുള്ളൊരു കരുണയുണ്ട്. അതുപോലെ നിങ്ങളും പരസ്പരം യോഗ്യത നോക്കാതെ എന്നെ പ്രതി കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് ചോദിക്കണത്. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം അതാണ്, കരുണ. അപ്പോൾ ആ രീതിയിൽ കരുണ കാണിച്ച് വളർന്നു കഴിയുമ്പോൾ ദൈവത്തിന് എന്ത് സംഭവിക്കണത്? നമ്മളെ സത്യസന്ധരാണെന്ന് ദൈവത്തിന് തോന്നും, വിശുദ്ധരാണെന്ന് തോന്നും, ആത്മാർത്ഥമുള്ളവരാണെന്ന് തോന്നും. നിങ്ങളുടെ പല വർക്കുകളും അതെന്താ പ്രശ്നം? ഇപ്പം തന്നെ അതായത് ഉടമ്പടി ഒരു ചൊല്ലുന്ന അല്ലെങ്കിൽ തൽക്കാലം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രവർത്തിച്ചെന്നുള്ള അഭ്യാസം കാണിക്കുന്ന ഒത്തിരിയധികം ആൾക്കാരുണ്ട്. അതാണ് ആ ഉടമ്പടി വർക്ക് ചെയ്യാത്തത്. ഉടമ്പടി നിങ്ങൾ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് അറിയാൻ പറ്റും നേരത്തെ നീ ആൾ സത്യസന്ധമായിട്ട് ചെയ്യുമെന്ന്. അപ്പോൾ തന്നെ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവം ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. എന്താണ്? അവർ സത്യസന്ധമായിട്ട് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. ഇതിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് 1 പുതുക്കിയിട്ടും 2 പുതുക്കിയിട്ടും എന്തുകൊണ്ടാണ് ഒരു മൂവ്മെൻറ്റ് ദൈവഭാഗത്തുനിന്ന് ഇല്ലാത്തത്? നമ്മൾ അനങ്ങിയിട്ടില്ല. നമ്മളിപ്പോഴും ഇതിൻ്റെ ഫലം നോക്കിയിരിക്കുകയാണ്. ഓപ്പൺ ലെറ്റർ വന്ന, വിസ വന്ന, പൈസ വന്ന, ബാങ്കുകാരൻ തിരിച്ച് വിളിച്ച് ലോൺ തരുമെന്ന് പറഞ്ഞായിരുന്നല്ല അച്ഛൻ. അത് ബാങ്കുകാരൻ്റെ ഫോൺ എടുക്കുമ്പോൾ ബാങ്കുകാരനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, എൻ്റെ പൊന്നുമകളെ നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്യ്. നിന്നോട് ദൈവം പറഞ്ഞ കാര്യങ്ങളെ ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ സുവിശേഷ വേലക്കാരത്തിയായിട്ട് ദൈവസ്നേഹം നിറഞ്ഞ് കർത്താവിൻ്റെ സുവിശേഷ സാക്ഷിയായിട്ട് മാറ്. അപ്പോൾ പിന്നെ അച്ഛൻ്റെ അവിടെ ആവശ്യമില്ല. അതോടുകൂടി കർത്താവ് നിൻ്റെ ഈ വിഷയമല്ല, വരാൻ പോകുന്ന എത്ര വിഷയങ്ങളാണ് ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ പോണത്. നിനക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും ദൈവം ചെയ്യും. ഇപ്പോൾ ഒരു ടീച്ചർ ദിവസം സാക്ഷ്യം പറഞ്ഞില്ല കൊച്ചിന്ന്. ടീച്ചർ പറയണത് എന്താണ്? എനിക്ക് എൻ്റെ ജോലി പോയി, പക്ഷേ കേരളത്തിൽ എനിക്ക് എൻ്റെ പ്രൊഫഷന് പറ്റിയ ശമ്പളം തരാനുള്ള കമ്പനിയില്ല, പുറത്തോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല. അവർ ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയമാണ്. അവരുടെ പ്രൊഫഷന്, കപ്പാസിറ്റി, ക്വാളിഫിക്കേഷന്, എക്സ്പീരിയൻസിന് പറ്റുന്ന ശമ്പളം തരാൻ പറ്റുന്ന കമ്പനി കേരളത്തിലില്ല, ശമ്പളവും കിട്ടത്തില്ല, പുറത്ത് പോകാൻ താല്പര്യമില്ല. പിന്നെ ഇവരെന്ത് ചെയ്യും? അവർ ഉടമ്പടി എടുത്ത്. അതാണ് സംഭവം. ഉടമ്പടി എടുത്തതിന് ശേഷം അവർ ആ ഉടമ്പടി വിഷയങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ അരുവി ചെയ്തിട്ട് അവർ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ അവർക്ക് ലഭിക്കാമെന്ന ശമ്പളം എഴുതി കാണിക്കും കർത്താവ്. നിങ്ങൾ സാക്ഷ്യം നോക്കിയേ, കണ്ടില്ലേ, കേട്ടായിരുന്നോ? അപ്പം നമ്മൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അതായത് അവർക്ക് കേരളത്തിൽ അവർക്ക് ശമ്പളം കിട്ടത്തില്ലെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. അത്രയും പ്രൊഫഷന് പറ്റുന്നൊരു ശമ്പളം തരുന്ന കമ്പനി കേരളത്തിലില്ല, അവർക്ക് പുറത്തു പോകാൻ താല്പര്യമില്ല. പക്ഷേ അവർ ഉടമ്പെടുത്ത് കഴിയുമ്പോൾ കുർബാന ചെയ്യുന്ന സമയത്ത് കർത്താവ് അന്തരീക്ഷത്തിൽ എഴുതി കാണിക്കും, ഈ ശമ്പളം നിനക്ക് കിട്ടുമെന്ന് പറയും. പിന്നെ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് കമ്പനി കണ്ടുപിടിച്ച് ഇൻ്റർവ്യൂവിൽ
അതിനുശേഷം അവരുടെ HR വിളിച്ചു കഴിയുമ്പോൾ ശമ്പളം പറയുമ്പോഴാണ് ഇവർ കണ്ണ് നിറഞ്ഞു പോണത്. കർത്താവ് കൃപാന്റെ സമയത്ത് പറഞ്ഞ ശമ്പളമാണ് തരണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത്രയും ഇടിവെട്ടായിട്ടുള്ള ഷാർപ്പ് ഷൂട്ടായിട്ടുള്ള ഒരു പ്രാർത്ഥനാ രൂപം നമ്മുടെ ലോകത്തിലുണ്ടാകത്തില്ല. ഞാനിപ്പോൾ നിങ്ങളെ ശാസിക്കുന്നത് മറ്റേ കാനംകാരി ചേർത്തിയെ പോലെ കരയാൻ മാത്രം അറിഞ്ഞിട്ട് അഭ്യാസം കാണിച്ചിട്ട് കണ്ണീര് കൊണ്ട് കർത്താവിനെ പറ്റിക്കാതിട്ട് നടക്കത്തില്ല എന്നായി പറയണത്. മര്യാദക്ക് അതിൻ്റെ അരൂപി മനസ്സിലാക്കിയിട്ട് കരുണയും സ്നേഹവും കൊണ്ട് ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നൊരു സമൂഹത്തിൻ്റെ ഭാഗമായി ഉടമ്പടി നിങ്ങളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സാഗരമേ ശോകക്കൊടുമ്പയിലേറിടുമ്പോ കരുണയിൻ സാഗരമേ ശോകക്കൊടുമ്പയിലേറിടുമ്പോ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുക കൃപയരുക അളവഞ്ഞ് പകർന്നിടുക ഈ ഭൂമിയിൻ യാത്രയതിൽ ദൈവകൃപയരുക. ഈ ഭൂമിയിൻ യാത്രയതിൽ ദൈവകൃപയരുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങൾക്കും തടസ്സങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയ്ക്ക് കർത്താവ് അനേകം മക്കളെ സുഖപ്പെടുത്തുകയും തൻ്റെ തിരുമുറുവാർന്ന വലതുകരത്താൽ ആശീർവദിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഏകാഗ്രതയുടെ മനസ്സ് കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇവിടെയുള്ളവരും ഓൺലൈനിലുള്ളവരും ഏകാഗ്രതയുടെ മനസ്സ് ദൈവത്തിന് അർപ്പിക്കുക. അഭിഷേകം ലഭിക്കുന്ന ഒരു ഗാനം പാടിക്കൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് വരാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നിന്നെ കണ്ടുകൊണ്ട് ജീവന്റെ തിരുഭോജ്യമേ
ഈശോമിശിഹായേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 3 ലക്ഷത്തോളം മനുഷ്യരാണ് ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയിലും കൂടുന്നത്. എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള മനുഷ്യർ, എല്ലാ ജില്ലകളിലും സംസ്ഥാനങ്ങളിലുമുള്ള മനുഷ്യർ കർത്താവ് ഉടമ്പടി എടുത്തു പോയൊരു ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ മേലും കർത്താവിൻ്റെ വലിയ കാരുണ്യം ചൊരിയട്ടെ, കർത്താവിൻ്റെ വലിയ ശക്തി ഒഴുകട്ടെ, കർത്താവിൻ്റെ വലിയ സ്നേഹം ഒഴുകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂട്യൂബ് ചാനലിലൂടെയും എല്ലാ മക്കളെയും സ്പർശിക്കണമേ, സാക്ഷികളാക്കി ഉയർത്തണമേ. സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ആണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത്. അത് ഗലാത്യർ 5:22 സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. ദയയാണ് നിൻ്റെ കരുണയുടെ ഭാഗത്ത് നിൽക്കുന്നത്. കരുണ എന്ന് പറയുന്നത് എല്ലാ വേദനപ്പെടുന്നവരിലും വിഷമസന്ധിയിലുള്ളവരിലും നിൻ്റെ രക്ഷകനായ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവിടുത്തോടുള്ള സ്നേഹത്താൽ നീ സമർപ്പിതയാകുന്നതും സമർപ്പണത്തിലൂടെ നീ സുവിശേഷത്തിൻ്റെ നിലവാരമുള്ള സാക്ഷിയായി മാറി ദൈവ പൈതലിൻ്റെ സ്ഥാനത്തേക്ക് നീ എടുക്കപ്പെടുന്നതാണ്. കർത്താവേ, അതുപോലുള്ള കൃപയിലേക്ക് അങ്ങയുടെ മക്കളെ നീ ഉയർത്തണമേ, വളർത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടി വച്ചിരിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട്. ആ മേഖലയെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് പ്രതീക്ഷിക്കുന്നതും യാചിക്കുന്നതും. കർത്താവേ, ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളോട് നീ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നീ കരുണ തോന്നാൻ വേണ്ടി ഞങ്ങളുടെ നിബന്ധനകളോട് കർത്താവേ, ഉടമ്പടിയുടെ കരുണയിൽ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മികമായ അഭിഷേകം ഞങ്ങളെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ ദിവസവും ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും, ഓരോ ദിവസങ്ങൾ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വിഷയങ്ങൾ എല്ലായിടത്തും ദൈവത്തെ കണ്ടെത്തി ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേകമായ അഭിഷേകം നൽകിക്കൊണ്ട് ഞങ്ങളെ കൃപയിൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വരം കൊണ്ട്, അതുപോലെ വിശ്വാസ വരം കൊണ്ട് ഞങ്ങൾക്ക് നിലവാരമുള്ള സുവിശേഷ സാക്ഷികളായി ഞങ്ങൾ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. കാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. മക്കളെ, കൈകൾ കൂപ്പിക്കൊണ്ട് സ്തുതിക്കട്ടെ. മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന
കർത്താവെ, മക്കളുടെ കരുണത്തോടെ നീ ഇവിടെ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും അന്യദേശങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരും കർത്താവെ, ഇപ്പോഴേ ദേവാലയത്തിൽ കർത്താവെ നിൻ്റെ ജീവനോടെ നീ ജ്വലിച്ചു നിൽക്കുന്ന ദൈവികമായ അഭിഷേകത്തിൻ്റെ ഈ വലിയ നിമിഷങ്ങളിൽ കർത്താവെ, നിൻ്റെ കരുതരണങ്ങളാണ് ഇപ്പോഴത്തിൻ്റെ അത്ഭുതകരങ്ങളെ മക്കളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗികൾ, പീഡിതർ, കർത്താവ് ആന്തരിക അവയവങ്ങളുടെ രോഗമുള്ളവർ, കർത്താവ് ചർമ്മങ്ങളിൽ അലർജി ഉള്ളവർ, മുടി കൊഴിഞ്ഞു പോകുന്നവർ, കർത്താവ് കീമോ എടുത്തുകൊണ്ടിരിക്കുന്നവർ, കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, വിസർപ്പ രോഗികൾ, കർത്താവ് വിശിസ്തുള്ളവർ, കർത്താവ് മക്കളെ ഇല്ലാത്തവർ, കർത്താവ് ഗർഭാശയത്തിലും അന്നനാളത്തിലും എല്ലാം കർത്താവ് വിശിഷ്ടമുള്ളവർ, കർത്താവ് ബ്ലീഡിംഗ് ഉള്ളവർ, കർത്താവ് മൂത്രാശയത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദന ഉള്ളവർ, പലതരത്തിലുള്ള കർത്താവ് ആന്തരിക അവയവങ്ങളെ സ്രാവങ്ങളുള്ളവർ, കർത്താവിൻ്റെ കരുണ ചൊരിയുടെ കർത്താവ് അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവ് സഭയിലുള്ളതിൻ്റെ സാന്നിധ്യം പ്രകടമാകണം പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യ മഹത്വപ്പെടുന്ന അടിപ്പഴം പോലെ വൈദാഖലം പോലെ ദൈവികമായ ശക്തി കർത്താവ് ഉച്ച മുതൽ ഉള്ളംകാല് വരെ മക്കളുടെ കർത്താവ് ആവശ്യിക്കുന്ന കർത്താവ് എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും എല്ലാ ഞാടി തന്തുക്കളിലും ഞാടി ഞരമ്പുകളിലും കർത്താവ് ഹൃദയ ധമനികളെ, ഹൃദയ ഭിത്തികളെ, ഹൃദയ കോശങ്ങൾ കർത്താവ് ഹൃദയത്തിൻ്റെ അസ്വസ്ഥ, കരളിൻ്റെ അസ്വസ്ഥങ്ങൾ, കിഡ്നിയുടെ അസ്വസ്ഥങ്ങൾ കർത്താവ്, എല്ലാവിധ ആന്തരിക അവയവങ്ങളിൽ കർത്താവ്, ഘരണീയ രോഗങ്ങൾ, PCOD രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ കർത്താവ്, പാരസസ് രോഗങ്ങൾ കർത്താവ്, എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ, ബ്രെയിൻ ട്യൂമറുള്ളവർ, ട്യൂമറിൻ്റെ അസുഖങ്ങൾ, മറ്റിടങ്ങളിൽ ശാരീരികമായ ഇടങ്ങളിലുള്ള സിസ്റ്റമുള്ളവർ കർത്താവ്, എപ്പിലെപ്സി രോഗികൾ കർത്താവ്, കർത്താവ്, പലതരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന മക്കൾ കർത്താവ് അങ്ങയുടെ തിരുസന്നിധിയിൽ ഉച്ച മുതൽ കർത്താവ് ഉള്ളംകാല് വരെ കർത്താവ് എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. മരുന്നോ ലേപനമല്ല കർത്താവ്, പക്ഷാവൃത്തോടെ മരുന്നോ ലേപനമല്ല കർത്താവ്, പരം കർത്താവ്, മരുന്നോ ലേപനമല്ല കർത്താവ്. അങ്ങനെ വചനമാണ് മക്കളെ സുഖപ്പെടുന്ന ജീവിതത്തിലെ ദുരിതങ്ങൾ, ജീവിതത്തെ തടസ്സങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, വിസ ഒത്തുവരാത്ത അവസ്ഥകൾ കർത്താവ്, പരീക്ഷയ്ക്ക് കർത്താവ്, പഠന റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ കർത്താവ്, ഇൻ്റർവ്യൂ ടെസ്റ്റിന് വേണ്ടി കർത്താവ് അഭിമുഖീകരിക്കുന്ന കർത്താവ്, ജോലിക്ക് വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ കർത്താവ്, വിദേശത്ത് പോയിട്ട് കർത്താവ് ജോലി കിട്ടാതെ അറിയുന്നവർ കർത്താവ്, പലതരത്തിലുള്ള കേസുകൾ അകപ്പെട്ടിരിക്കുന്ന കർത്താവ്, എല്ലാ തരത്തിൽ കർത്താവ്, മക്കളില്ലാത്തവർ കർത്താവ്, ഉള്ള മക്കൾ കർത്താവ് ചാപിള്ളയായി പല പ്രാവശ്യം ഗർഭവർഷമായി പോയിട്ടുള്ള മക്കൾ, നടുവേനക്കാർ കർത്താവ്, ശ്വാസകോശ സ്പൊണ്ടിലോസിൻ്റെ അസുഖമുള്ള കർത്താവ്, എല്ലാം കർത്താവ് വിശുദ്ധമായ രക്തത്താൽ ഉച്ച മുതൽ കർത്താവ് ഉള്ളംകാല് വരെ മാരക രോഗങ്ങൾ, തീരാവേദികൾ, സർവ്വ രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ അടിപ്പിട പോലെ വൈദാഖാലം പോലെ ദൈവിക ശക്തി വെക്കട്ടെ, അടിപ്പിട പോലെ വൈദാഖാലം പോലെ ദൈവികമായ ശക്തി വെക്കട്ടെ. ഈശോ എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തിക്കൊണ്ട് ഈശോ നിന്റെ നാമം മഹത്വപ്പെടണമേ. ഹല്ലേലൂയ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, വിവാഹം ഒത്തുവരാത്തവർ, വിവാഹത്തിൽ മാനസികമായിട്ട് പൊരുത്തക്കുറവുണ്ടായിട്ട് അകന്നു പോകാൻ പോകുന്നവർ, വിവാഹത്തിൻ്റെ കേസിലകപ്പെട്ടിരിക്കുന്നവർ, സാമ്പത്തിക തകർച്ച മൂലം കുടുംബത്തിൻ്റെ സമാധാനം അനുഭവിക്കാതെ കുടുംബമായിട്ടിങ്ങനെ കഴിഞ്ഞു കൂടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുടുംബജീവിതത്തിൻ്റെ യാതൊരു ചൈതന്യവും ഇല്ലാത്ത രീതിയിൽ പലതരത്തിൽ നിരാലംബരായി പോയിരിക്കുന്ന മക്കളുടെ ദുർനടപ്പുകൾ, തെറ്റായ ബന്ധങ്ങൾ, അവരുടെ പഠനങ്ങൾക്കുണ്ടാകുന്ന തകർച്ചകൾ, അന്യദേശങ്ങളിൽ പോയിട്ട് ഇപ്പോഴും പണം അങ്ങോട്ട് അയച്ചു കൊടുത്ത് കുടുംബം കടമായി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, കർത്താവ് ഭവനരഹിതരെ, ഒരു മാർഗവും കൺമുമ്പിൽ തെളിഞ്ഞു വരാത്തവർ, കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വേദനപ്പെട്ട് ജീവിക്കുന്നവർ,
പരിശുദ്ധ അമ്മ ദേവമാതാവിന് കൃപാസന അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയിൽ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ കർത്താവെ വന്ന് സാക്ഷ്യം പറയുന്നതിന് വേണ്ടി കർത്താവെ ഓരോ മകനെയും മകളെയും ഇവിടെ ഉള്ളവരെയും അകലങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെയും കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലത് കരത്താൽ അടിപ്പെടുന്ന പോലെ കർത്താവെ ആശീർവദികൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ കർത്താവ് ദൈവത്തിൻ്റെ കരുണ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ ദൈവികമായ ശക്തി ഒഴുകയും എല്ലാ വിവിധ പ്രാരാബ്ധങ്ങളിൽ നിന്നും എല്ലാ മനസ്സിൻ്റെ തറവാദങ്ങൾ അതുപോലെ തന്നെ മനസ്സിൻ്റെ തറവാദങ്ങൾ കർത്താവ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത കുഴഞ്ഞുപോയ മനസ്സ് തകർന്നുപോയ മനസ്സ് ശരീരവും തളർന്നിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ ആരും സഹായിക്കാൻ എല്ലാവരും ആശ്വാസവാക്ക് പോലും പറയാൻ പറ്റാത്തവർ ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോയവരെല്ലാം ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ ശ്രുതിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവർ മൗനമായി പ്രാർത്ഥിക്കുക. ഈ ആഴ്ചയിലും ഈ മാസത്തിലും അത് നടക്കേണ്ട വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഫലപ്രദമായ ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഉടമ്പടി അല്പം ചൈതന്യം കുറഞ്ഞു പോയവർ ഇരട്ടി ചൈതന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ അഭിഷേക സ്ഥാനത്ത് വന്നിട്ട് ഉടമ്പെടുക്കാൻ ആരോഗ്യമുണ്ടായിട്ടും പിശാചിലെ ആൾക്കാർ തട്ടിച്ചുകൊണ്ട് പോകും. ഇന്നെടുക്കണ്ട, നാളെ എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടുപോകും. അങ്ങനെയുള്ള പ്രലോഭനങ്ങളിൽ ഇരിക്കുന്നവരും ടെസ്റ്റിലിരിക്കുന്നവർ ഇന്ന് തന്നെ എടുത്തുകൊണ്ട് പോകണമെന്ന് അച്ഛൻ്റെ അഭിപ്രായം. ബാക്കിയുള്ള കാര്യം ദൈവം നോക്കിക്കോളും. സാത്താൻ്റെ തട്ടിപ്പിൽ വീണ് പോകരുത്. സമാപന ആശീർവാദമാണ്. എന്തെങ്കിലും വ്യക്തിപരമായ വിഷയങ്ങളുള്ളവർ ഇപ്പോൾ കണ്ണീരോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മൗനമായി ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യാന സന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വചന വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥന വരമെന്ന വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ വരം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും ദൈവത്തിരുസന്നിധിയിൽ ആസ്തി വർദ്ധിപ്പിച്ചെടുക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ
വ്യാഴവും ഞായറും ഒഴിച്ച് എല്ലാ ദിവസവും അച്ഛനോട് ഉണ്ട്. ആൾക്കാരെ കാണുകയും ചെയ്യും. പക്ഷെ കാണാനുള്ളവരെ അവരുടെ ഡോക്യുമെൻറ്റുകൾ, അവരുടെ വിഷയത്തിൻ്റെ സീരിയസ്നെസ് കാണിക്കുന്ന രേഖകൾ കയ്യിലുണ്ടാവേണ്ടതാണ്. പിന്നെ അച്ഛനെ കണ്ടേ മതിയാവത്തുള്ള ആൾക്കാരുണ്ട്. ചില ഗുരുതരമായ രോഗങ്ങളുള്ളവർ, ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥനാ തീരുമാനം വേണ്ടവരൊക്കെ, അവർ തീർച്ചയായിട്ടും വെറുതെ കണ്ണിപ്പൊട്ടി കൃപാസനത്തിലൂടെ ഓടിപ്പോരരുത്. അച്ഛനിവിടെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. തലേ ദിവസം വിളിച്ച് ഉറപ്പ് വരുത്തണം. അച്ഛൻ ചിലപ്പോൾ ധ്യാനം ഉണ്ടെങ്കിൽ പോകും പുറത്തേക്ക്. പക്ഷേ തലേ ദിവസം വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും. നാളെ അച്ഛനുണ്ടോ, നാളെ ഞാൻ വരട്ടെ എന്ന് വിളിച്ച് ചോദിക്കണം. 9447285400. ചിലപ്പോൾ നാളെ വരണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് വിളിച്ചാൽ ചിലപ്പോൾ ഈ നമ്പർ മാത്രമേ ഉള്ളത് കാരണം ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ 2 ദിവസം മുമ്പ് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. അച്ഛൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. പക്ഷെ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടി വർക്ക് ചെയ്യണത് അച്ഛൻ്റെ സാന്നിധ്യത്തിലല്ല, അമ്മയുടെ മാധ്യസ്ഥത്തിലാണ്. അത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ആത്മാർത്ഥതയിലാണ്. നമുക്ക് ആത്മാർത്ഥ വിശ്വസ്തയില്ലാതെ അച്ഛനെ ഇതിനകത്ത് കക്ഷി ചേർത്താൽ എന്തുമാത്രം വിജയിക്കുമെന്ന് അറിയത്തില്ല. കാരണം ദൈവം സത്യസന്ധനാണല്ലോ. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല.